So a set is a well-defined collection of objects. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട വേർഡാണ് വെൽ ഡിഫൈൻഡ്. സോ വാട്ട് ഈസ് മെന്റ് ബൈ വെൽ ഡിഫൈൻഡ് കളക്ഷൻ? ഇഫ് ഐ സേ ദാറ്റ് the set of all students of 5th semester mathematics B batch, ഞാൻ എൻ്റെ സെറ്റ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. collection of all students of 5th semester mathematics B batch. Is it well defined? So ഒരു പേഴ്സൺ 5th semester mathematics B ബാച്ചിലുള്ളതാണെങ്കിൽ ആ സെറ്റിലുണ്ട്, അല്ലെങ്കിൽ ആ സെറ്റിലില്ല. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റ് ആ കളക്ഷനിലുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മളതിനെ വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് പറയുക. നേരെ മറിച്ച് ഇപ്പം ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് സെറ്റ് ഓഫ് സം ഓർ കളക്ഷൻ ഓഫ് സം സ്റ്റുഡൻസ് ഓഫ് സെയിൻറ്റ് തോമസ് കോളേജ്, ഇതാണ് എൻ്റെ ഡെഫിനിഷൻ എന്ന് വിചാരിക്കുക. കളക്ഷൻ ഓഫ് സം സ്റ്റുഡൻസ് ഓഫ് സെയിൻറ്റ് തോമസ് കോളേജ്. അപ്പോൾ ഒരു ആ പേഴ്സൺ ഈ കളക്ഷനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ സെൻറ്റ് തോമസ് കോളേജിലെ സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ എന്തായാലും അവിടെ ഇല്ല. പക്ഷേ സെൻറ്റ് തോമസ് കോളേജിലെ ഒരു സ്റ്റുഡൻറ്റിനെ എടുത്തു, അത് ആ സ്റ്റുഡൻറ്റ് ഈ കളക്ഷനിൽ ഉണ്ടോ ഇല്ലയോ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് സം കളക്ഷൻ ഓഫ് സം സ്റ്റുഡൻസ് എന്നാണ്. ആ സം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ സം സ്റ്റുഡൻസിൽ ഈ പറയുന്ന സ്റ്റുഡൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. ഓക്കെ, അപ്പോൾ വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്നുള്ളതിൻ്റെ മീനിങ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. സാധാരണഗതിക്ക് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് സെറ്റുകളെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. A, B, C എക്സെട്ര ഓർ X, Y, Z അങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യുക. ഇനി ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എടുത്തു, X എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഈ A എന്ന് പറയുന്ന സെറ്റിലുണ്ടെങ്കിൽ അതിനെ എനിക്കിങ്ങനെ ഡിനോട്ട് ചെയ്യാം, X എലമെൻ്റ് ഓഫ് A സിമ്പിൾ. ഇനി X ഈ കളക്ഷനിൽ ഇല്ലെങ്കിൽ, ഈ സെറ്റിൽ ഇല്ലെങ്കിൽ, ഐ ക്യാൻ റൈറ്റ് X ഇസ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് A. ഇനി ഐ ഹാവ് ടേക്കൺ 2 സെറ്റ്സ്, എയും ഉണ്ട് ബിയും ഉണ്ട്. ഇനി X എയിലുള്ള ഒരു എലമെൻ്റാണ്, ഇതേ X തന്നെ ബിയിലും ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഞാൻ എയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അവരെല്ലാം ബിയിലുണ്ടെങ്കിൽ വി വിൽ സേ ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് 2, 4, 6, 8 എക്സെട്ര. അതുപോലെ ഇതാണ് ഇപ്പോൾ ഞാൻ എ ആയിട്ട് എടുക്കണേ, ആൻഡ് ബി ആയിട്ട് ഞാൻ 1, 2, 3, 4 എക്സെട്ര ഇതും എടുത്തു. അപ്പോൾ ക്യാപിറ്റൽ എയിലുള്ള ഏത് ആളെ എടുത്തു കഴിഞ്ഞാലും 2, 4, 6, 8 അങ്ങനെ ആരെ എടുത്തു കഴിഞ്ഞാലും അവരെല്ലാം നാച്ചുറൽ നമ്പേഴ്സാണ്. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ബിയിലുണ്ട്. സോ ഇഫ് ഐ ടേക്ക് X ഫ്രം A, then X is in B. So X element of A implies X is in B. So that we can say that A is a subset of B. അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് A ആയിട്ടും വേണമെങ്കിൽ ഇത് തന്നെ എടുക്കാം, B ആയിട്ടും നാച്ചുറൽ നമ്പേഴ്സ് തന്നെ എടുക്കാം. ഓക്കെ, ഇപ്പോഴും എയിലുള്ള ഏത് എലമെൻ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാലും അവരെല്ലാവരും ബിയിലുണ്ട്. സോ ഈ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് A സബ്സെറ്റ് ഓഫ് B ആണ്. അതായത് ഒരു സെറ്റ് അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. ഓക്കെ, ഇനി A ആയിട്ട് ഞാൻ നാച്ചുറൽ നമ്പേഴ്സ് -1 എടുക്കുന്നു, B ആയിട്ട് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A സബ്സെറ്റ് ഓഫ് B ആണ്, പക്ഷേ A ഈക്വൽ ടു B ആണോ? അല്ല. കാരണം എയിൽ 1 ഇല്ല, പക്ഷേ ബിയിൽ 1 ഉണ്ട്. അങ്ങനെ വരുന്ന കേസിൽ, അതായത് നമ്മുടെ സൂപ്പർ സെറ്റിലുള്ള ഒരാളെങ്കിലും സബ്സെറ്റിൽ ഇല്ലാതിരുന്നാൽ വി സേ ദാറ്റ് A ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് B. A ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് B. ഓക്കെ, ഇനി എപ്പോഴാണ് രണ്ട് സെറ്റുകൾ ഈക്വൽ ആണെന്ന് പറയാം? A, B രണ്ട് സെറ്റുകൾ എടുത്തു.
when we will say that A is equal to B. രണ്ടിലും ഒരേ എലമെൻറ്റ്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്, ഒരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാൻ എക്സിലുള്ള ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അവരെല്ലാവരും ബിയിലുണ്ടായിരിക്കണം. അതുപോലെ ബിയിലുള്ള ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതൊക്കെ എയിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ കാര്യം, എയിലുള്ളവരെല്ലാം ബിയിലുണ്ടെങ്കിൽ നമുക്ക് പറയാം എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് പറയാം. അതുപോലെ ബിയിലുള്ളവരെല്ലാം എയിലുണ്ടെങ്കിൽ ബി സബ്സെറ്റ് ഓഫ് എ ആണെന്ന് പറയാം. സോ A equal to B implies and implied by A is a subset of B and B is a subset of A. ഇതാണ് നമ്മൾ സാധാരണഗതിക്ക് രണ്ട് സെറ്റുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. വൺ ഇസ് എ സബ്സെറ്റ് ഓഫ് ദി അതർ. അങ്ങനെ രണ്ട് വേയിലും ആ രണ്ട് ഇംപ്ലിക്കേഷനും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ A ഈക്വൽ ടു B എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ എ ആയിട്ട് ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഈക്വൽ ടു 0 ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2. ഓക്കെ, അപ്പോൾ എനിക്ക് എ ഈക്വൽ ടു ബി ആണോ എന്ന് ചെക്ക് ചെയ്യണം. എ ഈക്വൽ ടു ബി ആവണമെങ്കിൽ എയിലുള്ളവരെല്ലാം ബിയിലുണ്ടാവണം, ബിയിലുള്ളവരെല്ലാം എയിലുണ്ടാവണം. സോ ഒരു എക്സ് എയിലുണ്ടെന്ന് ഞാൻ എടുത്തു. എയിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഈക്വൽ ടു 0. ഇതാണ് എയിലുണ്ടാവാനുള്ള കണ്ടീഷൻ. അതായത് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 ആൻഡ് ദിസ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു 1 or 2. ഓക്കെ, എക്സ് 1 or 2 ആണെങ്കിൽ എക്സ് എവിടെയുണ്ട്? ബിയിലുണ്ട്. നമുക്കിപ്പോൾ കിട്ടിയത് ഇതാണ്. എക്സ് എലമെൻറ്റ് ഓഫ് എ ആണെങ്കിൽ എക്സ് എലമെൻറ്റ് ഓഫ് ബി ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് കിട്ടി. അടുത്തതായിട്ട് നമ്മൾ തിരിച്ചെടുക്കുകയാണ്. ബിയിലുണ്ട് എക്സ് എലമെൻറ്റ് ഓഫ് ബി. എക്സ് എലമെൻറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് 1 or 2. ഒന്നുകിൽ 1 ആവണം അല്ലെങ്കിൽ 2 ആവണം. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, 1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് 2 ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് 1 എന്തായാലും എയിലുണ്ട്. അതുപോലെ 2 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 2 പ്ലസ് 2 ഈസ് ഓൾസോ 0. ദാറ്റ് മീൻസ് 2 ഈസ് ഓൾസോ ഇൻ എ. അപ്പോൾ ബിയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അത് എയിലുണ്ടെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. A subset of B ആണ്, B subset of A ആണ്. Therefore we can say that A is equal to B. അടുത്തതായിട്ട് നമ്മളൊന്ന് റീകോൾ ചെയ്യാൻ പോകുന്നത് സെറ്റ് ഓപ്പറേഷൻസ് ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള സെറ്റ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യണത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ രണ്ട് സെറ്റ് എടുത്തു, എയും ബിയും. എ യൂണിയൻ ബി, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒന്നുകിൽ എയിലുണ്ടാവണം അല്ലെങ്കിൽ എക്സ് ബിയിലുണ്ടാവണം. എക്സ് എലമെൻറ്റ് ഓഫ് എ ഓർ എക്സ് എലമെൻറ്റ് ഓഫ് ബി. സോ ഈ വാക്ക് നോട്ട് ചെയ്യുക. യൂണിയൻ ആണെങ്കിൽ എ ഓർ ബി, എക്സിൽ ഒന്നുകിൽ എയിലുണ്ട് അല്ലെങ്കിൽ ബിയിലുണ്ട്. ഇതുപോലെ എ ഇൻ്റർസെക്ഷൻ ബി ആണെങ്കിലോ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇൻ എ ആൻഡ് എക്സ് ഇൻ ബി. സോ ഇവിടുത്തെ കീവേഡ് ആൻഡ് എന്നുള്ളതാണ്. എ മൈനസ് ബി ആണെങ്കിലോ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഇൻ എ, എയിലുണ്ടാവണം ബട്ട് എക്സ് ഇസ് നോട്ട് ഇൻ ബി. ഓക്കെ, നമുക്ക് ഡയഗ്രാമാറ്റിക്കലി നോക്കാം. ഇതാണ് എ, ഇതാണ് ബി എന്ന് വിചാരിക്കുക. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും എയിലും ബിയിലുള്ള എല്ലാവരും ചേർന്നാലാണ് നമുക്ക് എ യൂണിയൻ ബി ആവുക. ഇനി ഇത് എ, ഇത് ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാലോ, എയിലും ഉണ്ടാവണം ബിയിലും ഉണ്ടാവണം. സോ കോമൺ പോർഷൻ. നൗ ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. എ മൈനസ് ബി മീൻസ് എയിലുണ്ട് പക്ഷെ അത് എവിടെ ഉണ്ടാവരുത്? ബിയിലുണ്ടാവരുത്. സോ വി ഹാവ് ദിസ് പോർഷൻ. ഓക്കെ, ഇനി
എ സെറ്റ് വിത്ത് നോ എലമെൻറ്റ്സ്. ചിലപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. ഒരു സെറ്റ് നമ്മൾ വെൽ ഡിഫൈൻഡ് ആയിട്ടൊക്കെ ഡിഫൈൻ ചെയ്തു, പക്ഷെ അതിൽ ഒരു എലമെൻറ്റ് പോലും ഇല്ല. സെറ്റ് വിത്ത് നോ എലമെൻറ്റ്സ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എംപ്റ്റി സെറ്റ്. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് 5 കൊണ്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ ഡിഫൈൻ ചെയ്യാണ്. എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ natural numbers such that n square equal to 2. ഏതെങ്കിലും നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ 2 വരുമോ? 1 സ്ക്വയർ 1 ആണ്, 2 സ്ക്വയർ ആകുമ്പോൾ പിന്നെ അത് 4 ആണ് വരുന്നത്. അപ്പോൾ ഒരു നാച്ചുറൽ നമ്പറിൻ്റെ പോലും സ്ക്വയർ നമുക്ക് 2 ആവുന്നില്ല. സോ ഈ സെറ്റിൽ നമുക്ക് ഒരു എലമെൻറ്റ് പോലും ഇല്ല. സോ വി സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ എംപ്റ്റി സെറ്റ്. ഇനി 2 സെറ്റുകൾ എടുത്തു, എയും ബിയും. ഇവർക്ക് കോമൺ എലമെൻറ്റ്സ് ആരും ഇല്ല എന്ന് വിചാരിക്കാം. നോ കോമൺ എലമെൻറ്റ്സ്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ പറയും എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്. ഓർ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ വി സേ ദാറ്റ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് സെറ്റിനെ കുറിച്ചിട്ട് നമുക്കിവിടെ പറയാനുള്ളത്. ഇനി കുറച്ച് പ്രോബ്ലംസും അതുപോലെ ഡി മോർഗൻസ് ലോയും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അതുവരെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഒന്ന് ഓർമ്മിപ്പിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, പഠിക്കുക. ഓക്കെ, സോ ബൈ.